നമസ്കാരം. നമസ്തേ നന്ദന. ഇപ്പോൾ ഒരു പുതിയ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. പോർട്രെയിൽ ബൈ ഗദ്ദാഫി എന്ന് പറയുന്ന ചാനലിലാണ് വന്നിരിക്കുന്നത്. അതിലൊരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ഇന്റർവ്യൂ ആണ്. ആ മെയിൽ ഓക്കെ. പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ഇന്റർവ്യൂവിൽ അവരുടെ മുഖം മറച്ച് അവരാണെന്ന് പോലും വ്യക്തത വരുത്താതെ എന്നാൽ അവരുടെ സ്റ്റോറി പറയുകയാണ്. ഇവിടെ ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഇപ്പോൾ ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ പോലെ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഉള്ളത്. ഈ സന്ദർഭത്തിൽ ഈ മുഖം മറച്ചുകൊണ്ട് തന്റെ വ്യക്തിത്വം പോലും മറച്ചു വെച്ചുകൊണ്ടുള്ള ഈ പിന്നെ വീഡിയോനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാനത് കണ്ടായിരുന്നു. ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഒരു 24 മണിക്കൂറിനുള്ളിൽ 2.5 ലക്ഷം മറ്റോ കഴിഞ്ഞിരിക്കുകയാണ്. അത് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പുരുഷ ലൈംഗിക തൊഴിലാളി ഇന്റർവ്യൂ എന്ന പോഡ്കാസ്റ്റ് വരുന്നത്. ഒരു ദിവസത്തിനുള്ള 2.5 ലക്ഷം പേർ കണ്ടു എന്നത് ഒരു കാര്യം വ്യക്തമാക്കുന്നു. നമ്മുടെ സമൂഹം പുറത്ത് സദാചാരം പറയുമ്പോഴും ഉള്ളിൽ ഇത്തരം വാർത്തകളിൽ അഭിരമിക്കുന്നു. ലൈംഗിക തൊഴിലാളികൾ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ മോശമാണെന്ന അർത്ഥത്തിലല്ല ഞാനിത് പറയുന്നത്, മറിച്ച് പൊതുസമൂഹത്തിന്റെ ബോധത്തെക്കുറിച്ചുള്ള മോശത്തിനെ കുറിച്ചാണ്. ഡോക്ടറെയും എഞ്ചിനീയറെയും പ്രൊഫസറെയും വൈസ് ചാൻസലറെയും ശാസ്ത്രജ്ഞനെയും ജഡ്ജിയെയും കലാകാരനെയും ജേർണലിസ്റ്റിനെയും പോലെ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന തൊഴിലാളിയാണ് ലൈംഗിക തൊഴിലാളി. ഫേം എന്ന NGOയുടെ ചെയർമാനായിരുന്ന 7 വർഷത്തോളം ഞാൻ അതിന്റെ ചെയർമാനായിരുന്നു. ലൈംഗിക തൊഴിലാളികളുടെ അവകാശത്തിനും അന്തസ്സിനും വേണ്ടി പ്രവർത്തിക്കുമ്പോഴും അവർക്ക് വേണ്ടി നിയമത്തിന്റെ വഴികൾ തേടിയപ്പോഴും ഈ ബോധം തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്നാൽ പോഡ്കാസ്റ്റിൽ ഒരു ഗുരുതരമായ പ്രശ്നമുണ്ട്. നമ്മൾ ഇപ്പൊ പറഞ്ഞ പോഡ്കാസ്റ്റിൽ അതിൽ പുരുഷ ലൈംഗിക തൊഴിലാളിയെ ഇന്റർവ്യൂ ചെയ്യുന്നയാൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, കോട്ട്, ഇതൊരു കഥയായി മാത്രം കാണുക, ആരും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്. അതൊരു വാണിംഗ് ആയിട്ടാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്ന ആൾ പറയുന്നത്. പോഡ്കാസ്റ്ററുടെ ആ ശബ്ദം പൊതുസമൂഹ ബോധത്തിൻ്റെതാണ്. എന്നാൽ പോഡ്കാസ്റ്റർ ചെയ്യുന്നത് പോലെ ഒരു പണിയാണ് പുള്ളി ഇന്റർവ്യൂ ചെയ്യുന്ന ലൈംഗിക തൊഴിലാളിയും ചെയ്യുന്നതെന്ന് പോഡ്കാസ്റ്റർക്ക് മനസ്സിലാകുന്നില്ല. മാത്രമല്ല, ഒരുപക്ഷെ ഈ പോഡ്കാസ്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ പണം അയാളുടെ മുമ്പിൽ ഇരിക്കുന്ന ലൈംഗിക തൊഴിലാളി ഉണ്ടാക്കുന്നുണ്ട്. മാസം 2 ലക്ഷം രൂപകൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. ഇതിനു പുറമെ ആ പുരുഷ ലൈംഗിക തൊഴിലാളിയുടെ പേരോ ഐഡന്റിറ്റിയോ വെളിപ്പെടുത്തുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ പോഡ്കാസ്റ്ററുടെ നിർബന്ധപ്രകാരം പുരുഷ ലൈംഗിക തൊഴിലാളിയുടെ മുഖം മറച്ചു വച്ചിരിക്കുന്നെന്നും പറയുന്നു. എന്നാൽ ഇന്റർവ്യൂവിൽ അയാൾ പറയുന്നു, അയാൾ പോൺ വീഡിയോയിൽ അഭിനയിച്ചിട്ടുണ്ട്, അയാൾ ഒരു ജിം ട്രെയിനറാണ്, ആൾക്കാർ അറിഞ്ഞാൽ അയാൾക്ക് പ്രശ്നമില്ല, കാരണം തന്റെ സാമ്പത്തിക നഷ്ട കാലഘട്ടത്തിൽ ആരും തന്നെ സഹായിക്കാനില്ലായിരുന്നു എന്ന്. എന്നാലും പോഡ്കാസ്റ്റർക്ക് പ്രശ്നം സ്റ്റിഗ്മയുള്ളതാണ്. ആ സ്റ്റിഗ്മ ഉള്ള വിഷയം പോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ട് അതിലൂടെ പണം സമ്പാദിക്കുന്ന പോഡ്കാസ്റ്റർ ആണ് യഥാർത്ഥത്തിൽ സ്റ്റിഗ്മറ്റൈസ് ചെയ്യപ്പെടേണ്ടത്. ഈ സമയത്ത് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നു. ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ ആദ്യമായി പങ്കെടുത്ത ലൈംഗിക തൊഴിലാളിയുടെ പേര് ലിസി എന്നായിരുന്നു. ലിസി എറണാകുളത്തുള്ള ലൈംഗിക തൊഴിലാളിയായിരുന്നു. തന്റെ പേരും തന്റെ മുഖം പ്രേക്ഷകർ കാണണമെന്നും തന്റെ പേരിന് താഴെ ലൈംഗിക തൊഴിലാളി എന്ന് രേഖപ്പെടുത്തണമെന്നും ലിസി ആവശ്യപ്പെട്ടിരുന്നു. അന്ന് ഏഷ്യാനെറ്റ് കാണിച്ച സദാചാരപരമായ സത്യസന്ധത 25 വർഷത്തിന് ശേഷം ഒരു പുരുഷ വേശ്യയെ ഇന്റർവ്യൂ ചെയ്യുന്ന പോഡ്കാസ്റ്റർക്ക് ഇല്ലാതെ പോയി. പുരുഷ വേശ്യയെ ഗിഗോള എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഒരു സ്ത്രീക്ക് വേണ്ട ലൈംഗിക പ്രവർത്തനം ചെയ്തു കൊടുക്കുന്ന പുരുഷൻ. തന്റെ ക്ലയൻസിൽ വിവാഹിതകളും അവിവാഹിതമാരും സെലിബ്രിറ്റികളും സിനിമാ നടികാരും ഉണ്ടെന്ന് പോഡ്കാസ്റ്റർ ഈ ഗിഗോള പറയുന്നുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം 40 വയസ്സിന് മുകളിലുള്ളവരാണ്. അവർക്ക് സ്വന്തം ഭർത്താവിൽ നിന്ന് ലൈംഗിക സംതൃപ്തി കിട്ടാറില്ല. ഇതൊക്കെ കൃത്യമായി അതിനകത്ത് പറയും. അപ്പൊ നമ്മൾ ലോക പ്രശസ്തനായ ഒരു ഗിഗോള ഉണ്ടായിരുന്നു. ഗിഗോള എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പുരുഷവേശ്യ. ജീൻ ജനറ്റ് എന്ന ഫ്രഞ്ച് സാഹിത്യകാരൻ. ദ തീഫ്സ് ജേർണൽ, ദ ബാൽക്കണി, ദ മെയ്ഡ്സ് തുടങ്ങിയ സാഹിത്യകൃതികളുടെ രചയിതാവ്. ഒരു ലൈംഗിക തൊഴിലാളിയുടെ മകനായി ജനിച്ച ജെനെന്നോ പറയും. മോഷണത്തിനും ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ജീൻ പോൾ സാർത്ര 1952 ജനറ്റിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പേര് സെയിന്റ് ജെനെ. ഇത്രയും പറഞ്ഞത് ലൈംഗിക തൊഴിലാളികളുടെ കാര്യത്തിൽ 19/5/2022 സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിയുടെ കൂടി പശ്ചാത്തലത്തിലാണ്. അതായത് ഇതിങ്ങനെ ഒളിച്ചു മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല. പോഡ്കാസ്റ്റർ ഈ ലൈംഗിക തൊഴിലാളിയുടെ മുഖം മറച്ചു പിടിക്കണ്ട. ഈ സമൂഹത്തിലെ പല ആളുകളും
നമ്മൾ കാണുന്ന ടോപ്പ് സെലിബ്രിറ്റീസ്, അയാൾ പറയുന്നത് അയാൾക്ക് ഒരു ദിവസം അയാൾ മാസത്തിൽ 5-6 പ്രാവശ്യം മാക്സിമം ഇങ്ങനെ പോകാറുള്ളൂ. അയാൾക്ക് അങ്ങനെ 1.5-2 ലക്ഷം രൂപ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അയാളൊരു ട്രെയിനർ ആണെന്ന് പറയുന്നുണ്ട്. അയാളെ ആവശ്യപ്പെടുന്ന ആളുകളുണ്ട്. അയാളുടെ മുഖം കാണിക്കുന്നതിൽ അയാൾക്ക് പ്രശ്നമില്ല. നമ്മുടെ സാമൂഹ്യ ബോധത്തിനാണ് പ്രശ്നം. ഇതൊരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുമ്പോഴും ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ കഴിയാത്തതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സദാചാര പ്രശ്നം. അപ്പൊ ഇവിടെ ഈ ഞാൻ പറഞ്ഞ 19/5/2022 സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി ഉണ്ട്. അത് ലൈംഗിക തൊഴിൽ നടത്തുന്നവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പൊടിപ്പും തൊങ്ങലും ചേർത്ത് അത് സമൂഹത്തിന്റെ ദുരന്തമാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ഒന്നും തന്നെ ഈ വിധിന്യായം റിപ്പോർട്ട് ചെയ്തതായി ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. 2022 അത് ബുദ്ധദേവ് കർമ്മസ്കർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന ക്രിമിനൽ അപ്പീൽ നമ്പർ (135/2010) അതിന്റെ വിധിന്യായത്തിൽ ജസ്റ്റിസ് നാഗേശ്വർ റാവു, ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് AS ബൊപ്പണ്ണ എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ആയി കഴിഞ്ഞു കേട്ടോ, 3 പേരാകുമ്പോൾ. ഇവർ ചേർന്ന് പുറപ്പെടുവിച്ച 16 പേജുള്ള വിധിന്യായത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. 1. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 19, 21 എന്നിവയ്ക്ക് അവ അർഹിക്കുന്ന മാനദണ്ഡം പല ഘട്ടങ്ങളിലായി ഈ കോടതി നൽകിയതിനെ തുടർന്ന് മനുഷ്യാവകാശം എന്നതിന് ഭരണഘടനാപരമായ അംഗീകാരവും വിലയും നിലയും ഉണ്ടായിട്ടുണ്ട്. ഈ ഹ്യൂമൻ ഡീസൻസിയും ഡിഗ്നിറ്റിയും എന്നത് ലൈംഗിക തൊഴിലാളികൾക്കും അവരുടെ മക്കൾക്കും മറ്റേതൊരു ഇന്ത്യൻ പൗരനെ പോലെ തുല്യ രീതിയിൽ അവകാശപ്പെട്ടതാണ്. 19/7/2011 ഈ കോടതി ഉത്തരവിനെ തുടർന്ന് ജയ്ദീപ് ഘോഷ് ചെയർമാനായ ഒരു പാനൽ ഉണ്ടാക്കി. അതിന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ മൂന്നാമത്തേത് ആർട്ടിക്കിൾ 21 അനുസരിച്ച് അന്തസ്സായും അഭിമാനത്തോടെയും ജീവിക്കാനുള്ള സാഹചര്യം ലൈംഗിക തൊഴിലാളികൾക്ക് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. ഈ പാനലിന്റെ റെക്കമെൻഡേഷൻസ് കേന്ദ്ര ഗവൺമെന്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് 2016 കോടതിയെ ബോധിപ്പിച്ച കേന്ദ്ര സർക്കാർ പക്ഷേ അതിൽ തീരുമാനമെടുക്കാതെ മാറ്റിക്കൊണ്ടുപോയി. നമ്മുടെ ഗവൺമെന്റുകൾക്ക് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനൊക്കെ ഇല്ല. അവരെ എവിടെയൊക്കെ ഭരണഘടനയ്ക്ക് അപ്പുറം ചില സദാചാര മൂല്യങ്ങളും ചില ബോധങ്ങളുമാണ് അവരെ ഭരിക്കുന്നത്. അതുകൊണ്ട് ഭരണഘടനയെ പറയുന്ന അനുസരിച്ച് അവർ ചെയ്യണമെന്നില്ല. അവര് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയും, ചെയ്യും. എന്നിട്ട് ഈ നിയമം നടപ്പിലാക്കുന്നതിന് തടസ്സം പറഞ്ഞുകൊണ്ട് ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതും അങ്ങനെ പഠിച്ചു പൊയ്ക്കൊണ്ടിരുന്നപ്പം കോടതി ഒരു ഉത്തരവിൽ പറയുന്നു. ഇതാണ് ഉത്തരവ്. ഈ സാഹചര്യത്തിൽ ആർട്ടിക്കിൾ 142 അനുസരിച്ച് കോടതി താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ വയ്ക്കുന്നു. ഇതിനെക്കുറിച്ച് ഒരു നിയമം ഉണ്ടാകുന്നത് വരെ ഈ നിർദ്ദേശങ്ങൾക്ക് നിയമപ്രാബല്യം ഉണ്ടാകും. എന്നിവിടെ നിർദ്ദേശങ്ങൾ ഇവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. ലൈംഗിക തൊഴിലാളികൾക്ക് തുല്യ അവകാശത്തിനുള്ള മൗലികാവകാശമുണ്ട്. 2. പ്രായപൂർത്തി ആയ ഒരാൾ ലൈംഗിക തൊഴിലിൽ ഏർപ്പെട്ടാൽ ആ കാര്യത്തിൽ പോലീസ് ഇടപെടരുത്. 3. ഒരു ലൈംഗിക തൊഴിലാളിക്ക് ലൈംഗിക പീഡനം ഉണ്ടായാൽ മറ്റേത് സ്ത്രീയും പരാതിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അതേ ഗൗരവത്തോടെ പോലീസ് ഈ പരാതിയും കാണണം. 4. അവർക്ക് വേണ്ട മെഡിക്കോ ലീഗൽ കെയർ പോലീസ് ലഭ്യമാക്കണം. 5. ഇത് പ്രധാനമാണ്. ഒരു ബ്രോത്തൽ നടത്തുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ് കേട്ടോ. നമ്മളൊരു ബ്രോത്തൽ നടത്തുന്നത് നിയമവിരുദ്ധമാണ്. പക്ഷെ ബ്രോത്തലിനകത്ത് ഒരു ലൈംഗിക തൊഴിലാളിയും അയാളുടെ ക്ലയന്റുമായി റിലേഷൻ ഉണ്ടെങ്കിൽ അവർ സെക്സ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു കസ്റ്റമറും ഒരു സെല്ലറുമാണ്. അവർ രണ്ടുപേരും ചെയ്യുന്ന പ്രവൃത്തി നിയമപരമായി കുറ്റമല്ല. മറിച്ച് ഇതൊരു ബ്രോത്തൽ നടത്തുന്ന ആളാണ് കുറ്റക്കാരൻ. ഇതാണ് കൃത്യമായി ITP ആക്ടിൽ പറയുന്നത്. അപ്പൊ കോടതി പറയുന്നത് ഒരു ബ്രോത്തലിൽ പോലീസ് റെയ്ഡ് ഉണ്ടായാൽ സ്വന്തം ഇഷ്ടപ്രകാരം ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ലൈംഗിക തൊഴിലാളിയെ അറസ്റ്റ് ചെയ്യാനോ ഉപദ്രവിക്കാനോ പാടില്ല. നമ്മൾ നോക്കണം, എന്തെല്ലാം നമ്മുടെ പത്രങ്ങളിൽ വരുന്നു. ഇന്നടുത്ത് ബ്രോത്തൽ നടത്തു, അവരെയൊക്കെ പിടിച്ചിറക്കുന്നു. ബംഗാളിലുള്ള സ്ത്രീ, അവിടെയുള്ള സ്ത്രീ, ഇവരെയൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ അറസ്റ്റ് ചെയ്യാനോ പിടിക്കാനോ പോലീസിന് റൈറ്റ് ഇല്ല, നിയമപരമായിട്ടില്ല. കോടതി അത് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഇനി ലൈംഗിക തൊഴിലാളികളുടെ അവകാശത്തെക്കുറിച്ച് പോലീസിനെയും മറ്റ് നീതി നിർവഹണ സമിതികളെയും ബോധവൽക്കരിക്കണം. റെക്കമെൻഡേഷൻ ആണ് കേട്ടോ, നിർദ്ദേശമാണ് കേട്ടോ. ലൈംഗിക തൊഴിലാളികളുടെ അന്തസ്സും അഭിമാനവും ഹനിക്കുന്ന രീതിയിൽ വാക്കുകൊണ്ടോ പ്രവൃത്തികൊണ്ടോ പോലീസ് ഒന്നും ചെയ്യാൻ പാടില്ല. അവർക്കിഷ്ടമല്ലെങ്കിൽ പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്ത് അവരെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കരുത്. ഇതൊരു ഭയങ്കര ക്രൂഷ്യൽ പോയിന്റ് ആണ്. കാരണം കേരളത്തിലെ ആദ്യത്തെ ഒരു ലൈംഗിക തൊഴിലാളികളുടെ സമ്മേളനം പോലെ വെച്ച ട്രിവാൻഡ്രത്താണ്, AK സെന്ററിന്റെ തൊട്ടടുത്ത് വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പൊ അവിടെ ഒരു സ്ത്രീ വന്ന് പ്രസംഗിച്ചു, ലൈംഗിക തൊഴിലാളി. നിറയെ പോലീസ് നിൽക്കുകയാണ്. അവർ പറഞ്ഞു, ഈ നിൽക്കുന്ന പോലീസുകാരിൽ ആരെങ്കിലും എന്നെ ലൈംഗികമായി ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ കൈപൊക്കണം, ഒരാളെങ്കിലും.
ആരും മിണ്ടുന്നില്ല. ആരിൽ ഒരാളെങ്കിലും എനിക്ക് പണം തന്നിട്ടുണ്ടോ? ഇത് വളരെ പെർട്ടിനന്റ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ പോലീസുകാർ മുഴുവൻ ഇവരെ ലൈംഗിക തൊഴിലാളികൾ എന്ന് പറഞ്ഞ് ഇവരെ പിടിച്ചോണ്ട് പോയിട്ട് അവരെ മുഴുവൻ ഫോഴ്സ് ചെയ്യിച്ച് സ്വയം സെക്സ് ചെയ്യിക്കാൻ ഇവരെല്ലാം ചെയ്യുന്നു. അവർക്ക് പരാതിപ്പെടാനൊക്കെ ഇല്ല. അതാണ് കോടതി പറഞ്ഞത്. അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്ത് അവരെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കരുത്. ലൈംഗിക തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതിരിക്കാനുള്ള ഗൈഡ് ലൈൻസ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ മാധ്യമങ്ങൾക്ക് നൽകണം. സുരക്ഷിത ലൈംഗിക ബന്ധത്തിന് വേണ്ടി ലൈംഗിക തൊഴിലാളികൾ സൂക്ഷിക്കുന്ന കോണ്ടം അവർക്കെതിരെ തെളിവാക്കി മാറ്റരുത്. ഇതിനൊരു കോണ്ടെക്സ്റ്റോടെ ഞാൻ പറയാം. ഈ എയ്ഡ്സ് പ്രിവെൻഷന്റെ ഭാഗമായിട്ട് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഇവർക്ക് ഫ്രീ ആയിട്ട് കോണ്ടം സപ്ലൈ ചെയ്യും. ഈ പോലീസ് റെയ്ഡ് ചെയ്യുമ്പോൾ ഇവർ ലൈംഗിക തൊഴിലാളിനെ പോയത് അത് നിയമപരമായി തെറ്റല്ല, എന്നാലും അതിന് തെളിവായി എടുക്കുന്നത് ഇതേ ഗവൺമെന്റിന്റെ ഒരു വകുപ്പ് കൊടുത്ത ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വഴി കിട്ടിയ കോണ്ടം ഗവൺമെന്റ് മറ്റൊരു വിഭാഗമായ പോലീസ് അവർക്കെതിരെ തെളിവായിട്ട് എടുക്കുന്നു. അപ്പം ഈ നമ്മുടെ ഇവിടെ കേരളത്തിന്റെ പോലീസുകാരൊരു വലിയൊരു യോഗം വിളിച്ചുകൂട്ടി സംസാരിച്ചിരുന്നത് ഞാൻ ഈ പോയിന്റ് എടുത്ത് പറഞ്ഞിരുന്നു. അവര് ഈ സമൂഹത്തിനെ HIV നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കോണ്ടം ഉപയോഗിക്കുന്നത്. അത് അവർക്കെതിരെ തന്നെ നിങ്ങൾ എടുക്കരുത്. അത് അന്യായമാണ് സമൂഹത്തിനോട് ചെയ്യുന്നത്. അപ്പൊ അന്ന് പോലീസുകാർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ഇറ്റ്സ് എ ഫാക്ട്. ഇനി ലൈംഗിക തൊഴിലാളികളെ സംബന്ധിക്കുന്ന ഏത് നിയമമോ പോളിസിയോ കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ എടുക്കുമ്പോൾ ലൈംഗിക തൊഴിലാളികളുടെ പ്രതിനിധികളെ ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം. അല്ലാതെ മാറിയിരുന്ന കുറെ അക്കാഡമിഷ്യൻസോ കുറെ ബ്യൂറോക്രാറ്റ്സോ അല്ല തീരുമാനിക്കേണ്ടത്. ഇഫ് ദർ ഈസ് എനി റെസൊല്യൂഷൻ, എനി ഡിസിഷൻ, എനി ആക്ട് മെയ്ഡ് ഫോർ ഓർ ഓൺ ബിഹാഫ് ഓഫ് ദ സെക്സ് വർക്കേഴ്സ്, their representative should be heard. Their representative should be there in the committee. അവരുടെ അഭിപ്രായം കേൾക്കണം എന്ന് സുപ്രീം കോടതി പറയുക. ഇനി ലൈംഗിക തൊഴിലാളിയുടെ മക്കളെ അവരിൽ നിന്ന് നിർബന്ധിച്ച് മാറ്റി നിർത്തരുത്. ഒരു ബ്രോത്തലിൽ ഒരു ലൈംഗിക തൊഴിലാളിയുടെ മകളെ കണ്ടാൽ അത് ചൈൽഡ് ട്രാഫിക് ആണെന്ന മുൻവിധിയിൽ പോലീസ് കേസെടുക്കരുത്. ആ കുട്ടി അവളുടെ അമ്മയോടൊപ്പമാണ് നിൽക്കുന്നതെന്ന് തിരിച്ചറിയണം. ഇത് ഞാനൊരു ഇതുമായിട്ട് കണക്റ്റായിട്ട് കേസ് പറഞ്ഞോട്ടെ. ഒരു സംഭവം ഞങ്ങൾ ഇത് തുടങ്ങിയ സമയത്ത് ഈ നമ്മുടെ സുഗതകുമാരിയുടെ അഭയയിൽ അവർ പറഞ്ഞു ഈ ലൈംഗിക തൊഴിലാളികളുടെ കുട്ടികളെ അവരവിടെ നിർത്തി പഠിപ്പിക്കാന്ന് പറഞ്ഞു. വലിയ സന്തോഷമായി അവർക്ക്. അവർ കുറെ പേരെ കൊണ്ട് നിർത്തി. പക്ഷേ ഈ അമ്മമാര് അവിടെ വരാനൊക്കില്ല, അവർക്ക് ഇവരെ കാണാനൊക്കില്ല. അങ്ങനെ കണ്ടാൽ ഈ കുട്ടികൾ ആ വഴി തിരഞ്ഞെടുക്കും എന്ന് സുഗതകുമാരി പറഞ്ഞു. സുഗതകുമാരിയിലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ സദാചാര ബോധമാണ് കേട്ടോ. അപ്പൊ ഈ സ്ത്രീകൾ പറഞ്ഞു നിങ്ങളുടെ സദാചാരം ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളോടൊപ്പം വളർന്നത് അവർ പിടിച്ചിറക്കി കൊണ്ടുപോയി. അപ്പൊ നമ്മുടെ ബോധം ഈ കുട്ടികളെ ആരെയും ഇങ്ങനെ വിടരുത് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ കുട്ടികൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ലൈംഗിക തൊഴിലാളിയായി മാറിയാൽ അവരുടെ വീട്ടിൽ പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിലെ പുരുഷന്മാരാണ്. ഇപ്പം നമ്മുടെ വീട്ടിലെ പുരുഷന്മാരെ പോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് സ്ത്രീകൾക്ക് ആവശ്യമുള്ള പുരുഷ ലൈംഗിക തൊഴിലാളികളെ ലഭ്യമാകുന്ന നാടായിട്ട് നമ്മുടെ നാട് മാറുന്നു. അതൊരു മോശം കാര്യമായിട്ട് ഞാൻ കാണുന്നതേ ഇല്ല കേട്ടോ. മോശമാണെങ്കിൽ മറ്റവും മോശം എന്ന് പറഞ്ഞു. മറ്റേത് ഏതാണ്? അവരുടെ അടുത്ത് പോകുന്ന പുരുഷൻ മോശമാണെന്ന് പറയണം. അപ്പൊ നമ്മൾ സദാചാര ബന്ധിതമായ ഒരു ലോകത്തേക്ക് വരും. അപ്പൊ നമ്മൾ വിവാഹം കഴിക്കണം എന്തിനാണെന്നൊരു ചോദ്യം ഉണ്ടാകും. എന്റെ ഒരു പെൺകുട്ടിയുണ്ട്. പെൺകുട്ടിയുടെ വീട്ടിലെ അവരുടെ അച്ഛനും അമ്മയും അവർക്ക് വേണ്ട ആഹാരവും ഭക്ഷണവും അവരുടെ വസ്ത്രവും അവരുടെ പാർപ്പിടവും അവരുടെ സെക്യൂരിറ്റിയും എഡ്യൂക്കേഷനും എല്ലാം കൊടുക്കുന്നു, കെയർ കൊടുക്കുന്നു, സ്നേഹം കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. ഇതൊക്കെ തന്നെയല്ലേ ഉത്തമമായ ഒരു ഭർത്താവിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷെ ഭർത്താവിൽ നിന്ന് ഈ വീട്ടിൽ കിട്ടാത്ത ഒരു എലമെന്റ് ഉണ്ട്, ദാറ്റ് ഈസ് സെക്സ്. അപ്പൊ ഇവിടെ 5 വേരിയബിൾ ഉണ്ട്. ഭർത്താവിനോട് വിവാഹം കഴിക്കുമ്പോൾ 5 വേരിയബിൾ ഉണ്ട്. പക്ഷെ അവിടെ 5ാമത്തെ ഒരു അഡീഷണൽ വേരിയബിൾ ഉണ്ട്, ദാറ്റ് ഈസ് സെക്സ്. അപ്പോൾ ഈ വീട്ടിലെ 10-25 വർഷം ജീവിച്ചുകൊണ്ട് അച്ഛന്റെ അമ്മയെയും വിട്ടിട്ട് അപരിചിതനായ അത് വീട്ടുകാർ കണ്ടെത്തി ഒരു പുരുഷനോടൊപ്പം അവന്റെ കുടുംബത്തിലേക്ക് പോകാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത് ഈ സേഫ്റ്റി നെറ്റിൽ നിന്ന് അങ്ങോ അൺസർട്ടനിറ്റിയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത് സെക്സ് എന്ന ഘടകമാണ്. നിങ്ങളുടെ ഇവിടെ 5 ഘടകവും അപ്പുറത്ത് 5 ഘടകമുണ്ട്. 6ാമത്തെ ഘടകം വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് മാറുകയാണെങ്കിൽ ദാറ്റ് ഘടകം ഈസ് ദ ഡിസിസീവ് ഫാക്ടർ. നമ്മൾ വിവാഹം കഴിച്ച് ഭാര്യയും മക്കളെ അയച്ചു വിടുന്നത് അച്ഛനും അമ്മയും കൂടെ, ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പയ്യന്റെ അച്ഛനും അമ്മയും കൂടെ എത്ര പണം കൊടുക്കും എന്ന പിമ്പിങ്, ഞാനത് അടിവരയിട്ട് പറയുന്നു, പിമ്പിങ് നടത്തുന്ന മാതാപിതാക്കളാണ് നമ്മുടെ. ആ പണം കൊടുത്തിട്ട് കല്യാണം കഴിച്ചയക്കുന്നു. അപ്പൊ പെൺകുട്ടിക്ക് ഒരു വലിയ സ്ത്രീധനം കൊടുക്കുന്നു, ഈ പയ്യന് ഒരു വലിയൊരു എമൗണ്ട് സ്ത്രീധനം. എന്തിനാണ് സ്ത്രീധനം കൊടുക്കുന്നത്? 2 പേരും ഒരുമിച്ച് 2 തുല്യരായ പൗരർ ഒരുമിച്ച് ജീവിക്കാൻ പോകുമ്പോൾ എന്തിനാണ് ഈ പുരുഷന് കൊടുക്കുന്നത്? പുരുഷന് കൊടുക്കുന്ന സ്ത്രീധനം പുരുഷ സെക്സ് വർക്കർക്ക് കൊടുക്കുന്ന മൊത്തമായി കൊടുക്കുന്ന പണമാണത്. അത് കൊടുക്കാതെ പെൺകുട്ടിയുടെ അച്ഛൻ പെൺകുട്ടിയുടെ പേരിൽ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞിട്ട്
പെൺകുട്ടി ബുദ്ധിയുള്ള പെൺകുട്ടിയാണെങ്കിൽ ഇവനെ പെർഫോമൻസ് ചാർട്ട് വെച്ചിട്ട് ആഴ്ചയിൽ മാസത്തിൽ ഇവനുള്ള പണം കൊടുക്കണം. സെക്സ് വർക്ക് ചെയ്യാനല്ലേ അവന് ഈ പണം, അല്ലെങ്കിൽ എന്തിനാ അവന് ഈ പണം കൊടുത്തേ? എന്തിനാ ഈ പണം കൊടുത്തേ? അപ്പൊ നമ്മുടെ ബേസിക് കുടുംബത്തിന്റെ സദാചാര മൂല്യങ്ങൾ, നമ്മൾ കെട്ടിഘോഷിക്കുന്ന മൂല്യങ്ങൾ, ഒരു ബന്ധമില്ലാത്ത ഒരു പയ്യനോടൊപ്പം വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് സന്തോഷത്തിരിക്കുന്ന അച്ഛനും അമ്മയില്ലേ പെൺമകളുടെ, ആ പയ്യന്റെ വീട്ടിലെ അവന്റെ മണിയറയിലേക്ക് ഈ പെൺകുട്ടിയെ കയറ്റി വിടുന്ന അച്ഛനും അമ്മയില്ലേ? ഇതൊക്കെ നമ്മൾ വളരെ നോർമലായിട്ട് കാണുന്നു. ഇതിന്റെ ഈ സദാചാരത്തിന്റെ ഈ കെട്ടൊക്കെ വലിച്ചു പൊട്ടിക്കുകയാണ് ഇന്റർവ്യൂവിൽ ചെയ്തത്. പക്ഷെ ആ ഇന്റർവ്യൂവിൽ എടുക്കുന്ന ആള് ഈ സദാചാര ബോധത്തിനകത്ത് നിന്നുകൊണ്ട് ആരും ഇത് പാഠമാക്കല്ലേ എന്നും പറയുന്നു. ആ വിഷയം വെച്ച് അയാൾ പണം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതാണ് അതിന്റെ വിരോധാഭാസമായി ഞാൻ കണ്ടത്.